ഭഗവാന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു ശരീരത്തിനുള്ളിൽ എങ്ങനെയാണോ ജീവൻ പ്രാണൻ കുടിയിരിക്കുന്നത്, ഇതുപോലെയാണ് ശ്രീകൃഷ്ണനും ഗോപികമാരും. മനസ്സിലാവുന്നുണ്ടോ? ഭഗവാന്റെ പ്രാണനാണ് ആര്? ഗോപികമാരെന്ന് പറയുന്നത്. ഭഗവാനെ നേടാൻ വേണ്ടി മാത്രം ജനിച്ചവർ, വേറെ ഒരു ആഗ്രഹവും അവർക്കില്ല. അവർ കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയോ എന്തെങ്കിലും നേട്ടം ഉണ്ടാവാൻ വേണ്ടിയിട്ടോ അല്ല. ആണോ? നമ്മളൊക്കെ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഭഗവാനെ ലോട്ടറി അടിക്കണേ, ഭഗവാനെ ലോൺ പാസ്സാവണേ, അല്ലേ? ഭഗവാനെ കാശ് കിട്ടണേ, ശരിയല്ലേ? നമ്മളിങ്ങനെ പല ആഗ്രഹങ്ങളും വെക്കും. ഒന്നുമില്ലേ ഭഗവാനെ പരീക്ഷയ്ക്ക് ജയിക്കണേ, ഭഗവാനെ അസുഖം മാറണേ, ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ ഗോപികമാര് അങ്ങനെ ഒരു പ്രാർത്ഥനയും ഇല്ലാത്ത ആൾക്കാരാണ് ആര്? ഗോപികമാര്. അതുകൊണ്ട് ശുദ്ധ ഭക്തിയാണ് ആർക്കുള്ളത്? ഗോപികമാർക്ക്. ആകെ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഭഗവാനെ കിട്ടണം. ഭഗവാനെ നേടാൻ വേണ്ടി മാത്രമാണ് ഈ ഗോപികമാർ ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഗോപികമാരെ കുറിച്ച് പറയുമ്പോൾ പറയും, ഈ രാമാവതാര കാലത്ത് രാമനെ കണ്ട് മോഹിച്ച അനേകം ആൾക്കാരുണ്ടായിരുന്നു. ഈ രാമൻ വനത്തിലൂടെ പോകുമ്പോൾ അവിടത്തെയുള്ള താപസന്മാര്, ആ മുനിമാരുടെ പത്നിമാര്, അവരുടെ ശിഷ്യഗണങ്ങള്, അതുപോലെ സീതാദേവി വിവാഹം കഴിച്ചപ്പോൾ സീതയുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന തോഴിമാര്, രാവണനെ നിഗ്രഹിച്ച സമയത്ത് രാവണന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന സ്ത്രീകള്, ഇവരെല്ലാവരും ഭഗവാനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഈ ജന്മത്തിൽ എനിക്ക് ആര് മാത്രമേ ഉള്ളൂ? സീത മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, രാമാവതാരത്തിൽ സീതയല്ലാതെ വേറെ ആരെങ്കിലും കുറിച്ച് ഭഗവാൻ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ചിന്തിച്ചില്ല. കൃഷ്ണാവതാരം നേരെ തിരിച്ചാണ്. ഒരു വന്ദേ ഭാരത് കൊണ്ട് നിർത്തുന്ന നടക്കാം, കയറാവുന്ന എല്ലാവരെയും അതിനകത്ത് കയറ്റിയിട്ടുണ്ട്, ഇല്ലേ? കല്യാണം കഴിക്കുന്നതിന് 100 കണക്കിന് 1000കണക്കിന് ഗോപികമാര്. കല്യാണം കഴിഞ്ഞിട്ടോ അവിടെയും ഭാര്യമരണത്തിൽ കുറവൊന്നും ഉണ്ടോ? ആവശ്യം പോലെ. മനസ്സിലായില്ലേ? രാമാവതാരത്തിൽ ഭഗവാൻ ഒരേ ഒരാളല്ലേ, സീത മാത്രമാണ്. അപ്പൊ രാമാവതാരത്തിൽ തന്നെ കണ്ട് മോഹിച്ച എല്ലാവരോടും ഭഗവാൻ പറഞ്ഞു, അടുത്ത ജന്മത്തിലാകട്ടെ എല്ലാവരെയും അങ്ങ് ഉൾക്കൊണ്ടുകൊള്ളാം. ഇവരൊന്നും ലൗകിക ഭാവത്തിലല്ല ഭഗവാനെ മോഹിച്ചത്, ഈശ്വരൻ എന്ന ഭാവത്തിലാണ്. അതുകൊണ്ടാണ് ഈ ഗോപികമാരായി ഇവരെല്ലാവരും തന്നെയാണ് ഗോപികമാരായി ജനിച്ചതെന്ന് പറയാറുണ്ട്. ഗോപിക എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അറിവിനെ തേടുന്നവർ, ഇതാണ് ഗോപിക. ഗോ എന്ന ശബ്ദം നമ്മൾ ഭഗവാനുമായിട്ട് ഏറ്റവും ബന്ധമുള്ളൊരു ശബ്ദമാണ് ഏത്? ഗോ എന്ന വാക്കിലെ ഗോപാലൻ. ആരുടെ പേരാ? ഗോപാലകൃഷ്ണൻ. ആരുടെ പേരാ? ഭഗവാന്റെ പേരാ, അല്ലേ? ഇന്ന് നമ്മൾ പറഞ്ഞു ഗോവർദ്ധന, അതിനകത്ത് ഒരു ഗോ ഇല്ലേ? ഉണ്ടോ? ഗോവർദ്ധന, ഗോവിനെ ഉയർത്തി, ഗോവർദ്ധനം. പിന്നെയോ അപ്പൊ ഭഗവാൻ ഒരു പേര് കിട്ടി. എന്താ പേര്? ഗോവിന്ദൻ. ഭഗവാൻ ജനിച്ച കുലവേദ? ഗോകുലം, അല്ലേ? ഗോകുലത്തിലല്ലേ വന്ന് പിറന്നു അതിൽ ചേരുന്നത് ഗോകുലം. ഭഗവാൻ മേയിച്ചത് മുഴുവൻ ആരെയാ? ഗോക്കളെ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഭഗവാന്റെ പേരുമായിട്ട് എന്ത് ബന്ധമുണ്ട്? ഗോ എന്ന ശബ്ദം. ഈ ഗോ എന്ന ശബ്ദത്തിന് യഥാർത്ഥ അർത്ഥം ജ്ഞാനമെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ജ്ഞാനമാണ് ഗോ എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ജ്ഞാനമാണ്. അപ്പൊ ജ്ഞാനത്തെ തേടുന്നവരാണ് ആര്? ഗോപികമാര്. അതാണ് അവർ ഭഗവാനെ തേടുന്നത്. ഒരു ജീവൻ, ആ ജീവൻ ആനന്ദത്തിലെത്തണമെങ്കിൽ ആ ജീവൻ എന്തിനെ തേടണം? ഒരു ജീവൻ എല്ലാ ദുഃഖത്തെയും മറന്ന് ശാന്തി ലഭിക്കണമെങ്കിൽ ആ ജീവൻ എന്തിനെ നേടണം? എന്തിനെ നേടണ്ടേ? സമ്പത്ത് നേടിയ ദുഃഖങ്ങളെല്ലാം തീരുവോ? തീരുവോ? ഇപ്പൊ നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് പണം നേടിയ ദുഃഖം തീരുമെന്നാണ്. ഇവിടെ അങ്ങനെയാണെങ്കിൽ പണക്കാർക്ക് ദുഃഖമില്ലേ? ഇല്ലേ? പണം നേടിയ തീരുന്നതല്ല ദുഃഖം, നമ്മുടെ ധാരണയാണ്. കുറേ വസ്തു കിട്ടിയ ദുഃഖം തീരുമോ? ഇല്ല. കുറേ അധികാരം കിട്ടിയ തീരുമോ? ഇല്ല. കാരണം എന്താ? കിട്ടിയ അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ള ദുഃഖമുണ്ട്, അല്ലേ? അധികാരത്തിന് ചവിട്ടി പുറത്താക്കിയാലുള്ള നാണക്കേടുണ്ട്. പണമുള്ളവന് പണം ആരെങ്കിലും മോട്ടിച്ചാലോ എന്നുള്ള ദുഃഖമുണ്ട്. പിടിച്ചു പറിക്കാൻ വരുന്നവൻ തന്നെ കൂടി കുത്തിക്കൊല്ലുമോ എന്നുള്ള പേടിയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതൊന്നും കൊണ്ടല്ല യഥാർത്ഥത്തിന് സുഖം കിട്ടുന്നത്. യഥാർത്ഥത്തിൽ സുഖം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ജ്ഞാനം കൊണ്ടാണ്, അറിവ് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോ അറിവിനെ തേടുന്നവരാണ് ആര്? ഗോപികമാര്. അപ്പൊ ഇവിടെ നമ്മളെയും പഠിപ്പിക്കുകയാണ്, നമ്മളൊക്കെ ജീവിതത്തിൽ എന്തിനെ നേടണം?
ഇവർ കൃഷ്ണനെ നേടുന്നു തിരക്കില് നടക്കുന്നത്. കൃഷ്ണനെ നേടാൻ വേണ്ടി ജനിച്ചവരെന്നാ പറഞ്ഞത്. അപ്പൊ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താ? അറിവാണ് ഈശ്വരൻ. മനസ്സിലായോ? അപ്പൊ അറിവിനെ നേടാനാണ് ഗോപികമാര് ജനിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ഗോപികമാർക്ക് ഭഗവാനോടുള്ള ആത്മബന്ധമാണുള്ളത്. ഈ ഗോപികമാരെ ഭഗവാനെ നേടുന്ന അവസ്ഥയിലേക്ക് ഉയർത്തണം. എന്താ കാരണം? ഈ ഗോകുലത്തിൽ ജീവിക്കുന്ന ഭഗവാൻ ഇനി കൂടുതൽ കാലം ഈ ഗോകുലത്തിൽ ഉണ്ടാവില്ല. ഉണ്ടാവുമോ? ഇവിടെ നിന്ന് കംസനെ വധിക്കാനൊക്കെ ആയിട്ട് പോകണ്ടേ? അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ രാജാവ് എന്നുള്ള നിലയിൽ അവിടെയാണ് ജീവിക്കുന്നത്. അപ്പൊ ഈ ഗോപികമാർ ഇത്രയും സ്നേഹിക്കുന്നവരെ വിട്ടിട്ട് പോകുമ്പോൾ അവർക്ക് ദുഃഖം വരില്ലേ? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ നമ്മളടുത്ത് നിന്ന് മാറിപ്പോകുമ്പോൾ നമുക്ക് വിഷമം വരത്തില്ലേ? ഈ വിഷമം ആർക്കുണ്ടാവരുത്? ഗോപികമാർക്ക് ഉണ്ടാവരുത്. അപ്പൊ അതിനെന്ത് ചെയ്യണം? അവരുടെ മനസ്സിനെ അറിവ് കൊണ്ട് ശുദ്ധീകരിക്കണം. ഇനി പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ചിലരെ ഇരുത്ത കണ്ടിട്ട് കുന്തം പോയ കുട്ടിച്ചാത്തൻ ഇരിക്കുന്നതൊക്കെയാ ചിലർ കണ്ണൊക്കെ വിളിച്ചിങ്ങനെ നോക്കിയിരിക്കുന്നത്. മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. അപ്പൊ അവിടെ അറിവ് കൊണ്ട്, മനസ്സിലായില്ലേ, ഈ ഗോപികമാരെ പൂർണ്ണമാക്കണം. അറിവ് കൊണ്ട് അവരെ നിറയ്ക്കണം. കാരണം എന്താ? ഏറ്റവും വലിയ സമ്പത്ത് എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് വിദ്യാധനം അല്ലേ? വിദ്യാധനം സർവധനാൽ പ്രധാനം. നമ്മൾ കേട്ടിട്ടുള്ള വാക്കല്ലേ? ഇവിടെ ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയും, ഹേ അർജുന, നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ, നഹി ജ്ഞാനേന, അറിവിനേക്കാൾ ശ്രേഷ്ഠമായി, അറിവിനേക്കാൾ ശ്രേഷ്ഠമായി, അറിവിനേക്കാൾ പവിത്രമായി ഈ ലോകത്ത് വേറൊന്നും ഇല്ല. ഈ ബോധത്തിൽ നമ്മുടെ ജീവിതത്തിൽ വേണം. മനസ്സിലായില്ലേ? അങ്ങനെ വേണം നമ്മൾ അറിവിനെ നേടാൻ. നമ്മൾ ഈ യജ്ഞമൊക്കെ നടത്തുന്നത് എന്തിനാ? അറിവ് നേടാനാണ്. ഭഗവാനെ കുറിച്ചുള്ള അറിവ് നേടി നമ്മുടെ ജീവിതത്തെ ശാന്തമാക്കി ഐശ്വര്യപൂർണ്ണമാക്കാനാണ് നമ്മൾ ഈ യജ്ഞത്തിലിരിക്കുന്നത് അല്ലേ? ആണോ അല്ലേ? അപ്പം ആ അറിവിനെ നേടാൻ വേണ്ടിയിട്ടാണ്. അത്ര ശ്രദ്ധ വേണം നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ ഇവിടെ ഭഗവാൻ എന്ത് ചെയ്തു? ഈ ഗോപികമാരെ ഈ അറിവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി 3 തരത്തിലുള്ള അനുഭവങ്ങൾ ഗോപികമാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി. 3 സംഭവങ്ങളിലൂടെയാണ് ഇവരെ ഉയർത്തുന്നത്. ഗോപികമാരെ പിടിച്ചിരുത്തി, ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നതൊക്കെ ഇരിക്കുക, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ ഗോപികമാർ ഇരിക്കില്ല കേട്ടോ. കാര്യം ഗോപികമാർ ഭഗവാൻ അടുത്ത് വന്നാൽ ഭഗവാനോട്ട് വഴക്കാം. ഈ ഗോപികമാരുടെ സ്നേഹം അങ്ങനെയാണ്. ഈ സ്നേഹം കൂടുമ്പോൾ കണ്ടിട്ടില്ലേ, സ്നേഹിക്കുന്നവർ തമ്മിൽ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ പിണക്കമായി, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അല്ലേ കലഹം ഉണ്ടാക്കും. നേരെ അകന്നു പോയി കഴിയുമ്പോഴോ വിഷമത്തോടെ പോയിന്ന് കഴിയും. അടുത്ത് വരുമ്പോൾ കലഹവും, അകന്ന് നിൽക്കുമ്പോൾ വിരഹവും. ഇതാണ് ഗോപികമാരുടെ ഒരു രീതി. പിന്നെയോ ഈ ഗോപികമാരൊക്കെ ഭഗവാനേക്കാൾ പ്രായത്തിന് മുതിർന്നവരാണ്. പറഞ്ഞൊരു ആശയം മനസ്സിലായില്ലേ? ഈ ഗോപികമാര് ഭഗവാനേക്കാൾ പ്രായത്തിന് മുതിർന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പല പ്രായത്തിലുള്ളവരാണ്. ഇവരൊക്കെ വിളിച്ചിട്ട് പറയാണ്, ഗോപികമാരെ നിങ്ങളൊക്കെ ഈ കസേരയിലൊന്നും ഇരിക്കുക, അല്ലെങ്കിൽ ഇവിടെ തറയിലൊന്നും ഇരിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് നിൽക്കുക, ഞാൻ പറയുന്നത് കേൾക്ക് എന്ന് പറഞ്ഞാൽ അവരന്നേരം എന്ത് പറയും? ഞാൻ ചെറുക്ക, നീ പോടാ. മനസ്സിലായില്ലേ? അവർ ഭഗവാനുമായിട്ട് അങ്ങനെ ഒരു കളിക്കൂട്ട് ബന്ധമാണ്. ഒന്ന് പോയേന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഭഗവാന്റെ ചെവിക്ക് കൂടെ പിടിച്ചിട്ട് നടന്നു പോകും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഗോപികമാര്. ഇവർ ഭഗവാനെ നിയന്ത്രിക്കാൻ നിൽക്കുന്നവരാണ്. ഞങ്ങൾ പറയുന്നത് ഭഗവാൻ കേട്ടോണം. ഈ സ്നേഹം കൂടിയ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ പറയുന്നത് മുഴുവൻ ആര് കേൾക്കണം? മറ്റുള്ളവർ കേൾക്കണം അല്ലേ? കുടുംബജീവിതത്തിലും കാണാം. കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഭാര്യ പറയും, ഭർത്താവ് കേൾക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഭർത്താവ് പറയും, ഭാര്യ കേൾക്കും. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ പറയും, നാട്ടുകാർ കേൾക്കും. മനസ്സിലായില്ലേ? അങ്ങനെയല്ലേ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകണം. അപ്പൊ ഇവിടെയും ഈ ഗോപികമാര് ഭഗവാനെ അങ്ങോട്ട് നിർബന്ധിക്കും. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഗോപികമാരെ ഈ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ 3 ലീലകളാടി. അതിലെ ഒരു ലീലയാണ് വെണ്ണാപഹരണം. എന്താ ഈ വെണ്ണാപഹരണം? ഈ ഗോപികമാരുടെ എല്ലാം വീടുകളിൽ കയറി എന്ത് എടുക്കും? വെണ്ണ എടുക്കും അല്ലേ? ഈ വെണ്ണ എടുക്കുന്നത് കൊണ്ട് ഗോപികമാരെല്ലാവരും ഭഗവാന്റെ വീട്ടിൽ വന്ന് എന്ത് ചെയ്യും? പരാതി പറയും. യശോദ എടുത്തു വന്ന് പരാതി പറയും, യശോദേ, നിനക്കൊരു മോനുണ്ടതൊക്കെ ശരിയാണ്, പക്ഷെ നിന്റെ ഒരു മോൻ കുരുത്തം കെട്ട ഒരുത്തനെ കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം നിന്റെ കുരുത്തം കെട്ട മോൻ എന്ത് ചെയ്യും? കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് ഞങ്ങളെ വീട്ടിൽ കയറി വന്ന്
വീട്ടിൽ ആളില്ലാത്തപ്പോൾ ഒന്നുകിൽ ഓടളക്കും, അല്ലെങ്കിൽ കതക് കുത്തി തുറക്കും. മനസ്സിലായില്ലേ? ഇതൊക്കെ ചെയ്ത് പെരക്കകത്ത് കയറി അവിടെ ഇരിക്കുന്ന വെണ്ണ കട്ടോണ്ട് പോകും. കട്ടോണ്ട് പോകാൻ പിന്നെ കള്ളനാണല്ലോ. ഇതൊക്കെ മോട്ടിച്ചുകൊണ്ട് പോകും എന്ന് പരാതി വന്ന് ആരോട് പറയും? യശോദയോട് വന്ന് പറയും. ഏതെങ്കിലും ഒരു അമ്മ തൻ്റെ മക്കളെ കുറിച്ച് വന്ന് മോശം പറയുന്നത് ഇഷ്ടപ്പെടുവോ? ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. മനസ്സിലായില്ലേ? ഇവിടെ ഭഗവാനെ കുറിച്ചാണ് വന്ന് പറയുന്നത്. ഇങ്ങനെ വന്ന് പറയുമ്പോൾ യശോദയ്ക്ക് ദേഷ്യം വരും, വിഷമം വരും. യശോദ എന്ത് ചെയ്യും? കൃഷ്ണൻ എവിടെയാണോ ഉള്ളത് അവിടെ പോയി പിടിച്ചുകൊണ്ട് വരും. കാര്യം ഈ പരാതി പറയാൻ വരുന്നവരുടെ പരാതി അവർ നാക്കൊന്ന് ഒതുക്കി വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവരെ മുമ്പിൽ വെച്ച് കൃഷ്ണനെ ശിക്ഷിക്കണം. ഇല്ലെങ്കിൽ ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, യശോദ നീ ആ വളം വെച്ച് കൊടുക്കുന്നത്, നിന്റെ കുഞ്ഞിനെ നീ നേരെ വളർത്താത്തോണ്ടാ, അതുകൊണ്ടാണ് നിന്റെ കുഞ്ഞു വന്ന് ഈ കുരുത്തക്കിടക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞ് യശോദയെ വീണ്ടും വീണ്ടും ഇവർ കുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് യശോദ എന്ത് ചെയ്യും? വളരെ വേഗത്തിൽ കൃഷ്ണനെ പിടിച്ച് കൊണ്ടുവന്ന് ചെവിക്ക് പിടിച്ച് ഇങ്ങോട്ട് നിർത്തും. നിർത്തിയിട്ട് കയ്യിലിരിക്കുന്ന കമ്പ് കൊണ്ട് പൊതിരെ തല്ല് കൊടുക്കും. ഈ തല്ല് കൊടുക്കുന്ന കണ്ടിട്ട് അവസാനം പരാതി പറയാൻ വന്ന ഗോപിക പറയും, യശോദേ നീ ഒന്ന് അടങ്ങടി, എന്തിനടിയാ കൊച്ചിനെ ഇത്രയും തല്ലുന്നത്? മനസ്സിലായില്ലേ? ഈ പരാതി പറയാൻ വന്നവർ തന്നെ അവസാനം തല്ലണ്ട എന്ന് പറയുന്ന അവസ്ഥ വരെ യശോദ അടിയും കൊടുക്കും. അവർ പറയും, യശോദേ നീ കുഞ്ഞിനെ ഇത്രയും തല്ലണോ? അവൻ തെറ്റി കാണിച്ചത് ഞങ്ങൾ വന്ന് പറഞ്ഞ് അതിനൊരു ശിക്ഷ കൊടുത്താൽ പോലെ ഇത്രയും അടിക്കണോ? ഇവിടെ യശോദയ്ക്ക് ഇത്രയും അടിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, സ്നേഹം കൂടുതലുണ്ട്. തൻ്റെ കുഞ്ഞ് തെറ്റായ ഒരു വഴിയിലേക്ക് പോകരുതെന്ന് അമ്മ ആഗ്രഹിക്കും. രണ്ടാമതോ, ഏറ്റവും കൂടുതൽ വെണ്ണയുള്ളത് ആരുടെ വീട്ടിലാണ്? ഗോകുലത്തിൽ ഏറ്റവും കൂടുതൽ വെണ്ണയുള്ള വീട് ഏതാ? യശോദയുടെ വീടാ. മനസ്സിലായില്ലേ? കൃഷ്ണന്റെ വീട്ടിലുള്ളത്രയും വെണ്ണ മറ്റൊരു വീട്ടിലും ഇല്ല. കാര്യം 100 കണക്കിന് പശുക്കളെ വളർത്തുന്ന ആളാണ് ആര്? യശോദ. നമ്മൾ വിചാരിക്കുമ്പോ സ്ത്രീ ശാക്തീകരണത്തിന്റെ കുടുംബ വ്യവസായം നടത്തുന്ന നല്ല ഒന്നാന്തരം ബിസിനസ്സുകാരിയാണ് ആര്? യശോദ. വീട്ടിൽ 100 കണക്കിന് പശുവിനെ വളർത്തി അതിൻ്റെ പാലെടുത്ത് തൈരാക്കി അത് കടഞ്ഞ് വെണ്ണയും നെയ്യും ഒക്കെ വിറ്റ് നല്ലതുപോലെ സാമ്പത്തികം അത് മടി പിടിച്ച് വീട്ടിലിരിക്കുന്ന, മനസ്സിലായില്ലേ? വീട്ടിൽ മാത്രം ഇരുന്ന് വെക്കുന്ന ചോറും കറിയും മാത്രം വെച്ച് കഴിച്ചുകൊണ്ട് ബാക്കി സമയത്ത് കിടന്ന് ഉറങ്ങുന്ന ഒരാളല്ല യശോദ. നല്ല ഒന്നാന്തരമായിട്ടൊരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പ്രയത്നിക്കണം. വേണ്ടയോ? ഇതറിയാവുന്ന യശോദ തന്നെ കൊണ്ടാവുന്ന സാമ്പത്തികം തൻ്റെ കുടുംബത്തിലേക്ക് കണ്ടെത്താൻ ഒരു കുടുംബത്തിലെ അമ്മയും തയ്യാറാവണം. വരുന്ന സാമ്പത്തികം വരവ് നോക്കി ചെലവാക്കാനും ആര് തയ്യാറാവണം? മനസ്സിലായില്ലേ? വരവ് നോക്കി ചെലവാക്കാനും വീട്ടിലേക്ക് അമ്മമാർ വരവ് നോക്കാതെ. ഇപ്പോഴത്തെ അമ്മമാരുടെ ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയാമോ? ഇപ്പൊ വരുന്നതിനേക്കാളും കൂടുതൽ ഓൺലൈൻ വഴി ബുക്കിംഗ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഗൂഗിൾ പേ ഒക്കെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നെറ്റ് ബാങ്കിങ് ആണ്. രാവിലെ വീട്ടിൽ ഇരിക്കുന്ന അരി എടുത്ത് അടുപ്പത്തിട്ട് കഞ്ഞി വെക്കുന്നതിന് പകരം മൊബൈൽ എടുത്ത് 40 രൂപയുടെ മസാല ദോശ 120 രൂപയ്ക്ക് മേടിച്ച് കഴിക്കും. നഷ്ടം എത്രയാ? അതിന്റെ ആശയം മനസ്സിലായോ? പിന്നെ ഇതിനകത്തൊക്കെ പരസ്യങ്ങൾ കണ്ട് കാണുന്ന ഡ്രസ്സുകളൊക്കെ വേണ്ടതിനേക്കാൾ കൂടുതൽ വാങ്ങിക്കൂട്ടും. ശരിയല്ലേ? ആവശ്യത്തിലധികം ചെലവാക്കി ജീവിച്ചാൽ നാളെ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. അപ്പൊ വരവ് നോക്കി വീട്ടിലേക്കുള്ള ധനം വർദ്ധിപ്പിച്ച് വീട്ടിന്റെ സാമ്പത്തിക മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അമ്മമാരാണ്. മനസ്സിലായില്ലേ? വീടിന് പ്രാരാബ്ധം വരാതെ വീടിനെ ശുശ്രൂഷിക്കേണ്ടതാരാ? അമ്മമാരാണ്. അതുകൊണ്ടാണ് സമ്പത്തിന്റെ ദേവത എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ ഭാര്യയാണ്, ലക്ഷ്മിയാണ്. വിഷ്ണു ഭഗവാനല്ല. ആണോ? അതിന്റെ ആശയം മനസ്സിലായില്ലേ? ഒരു വീടിന്റെ അറിവ്, സമ്പത്ത്, ഒരു വീടിന്റെ ശക്തി, ഇത് മൂന്നും വീട്ടിലെ അമ്മയാണ്. ഒരമ്മയിൽ നിന്നാണ് ഇത് മൂന്നും ഉണ്ടാവേണ്ടത്. ആ അമ്മയിൽ നിന്നാണ് മക്കളിലേക്കും വീട്ടിലുള്ള എല്ലാവർക്കും അത് പകരേണ്ടത്. അതായത് ശിവന്റെ ശക്തി ആരാ? പാർവതിയാണ്. അല്ലേ? ബ്രഹ്മാവിലെ വിദ്യ ആരാ? സരസ്വതിയാണ്. വിഷ്ണുവില് ലക്ഷ്മി ആരാ? ഭാര്യയാണ്. സമ്പത്ത്, വിഷ്ണുവിന്റെ സമ്പത്ത് ആരാ? ഭാര്യയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതുപോലെ ആവണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അമ്മമാര് ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഇത്രയും എണ്ണ ഉണ്ടായിട്ട് വീട്ടിലെ വെണ്ണ കഴിക്കാതെ
അന്യ വീട്ടുകളിൽ പോയി വെണ്ണ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വിഷമമല്ലേ യശോദയ്ക്ക്? ഇനിയോ വീട്ടിൽ വെണ്ണ കൊടുക്കുമ്പോൾ വേണ്ടമ്മേ വേണ്ടമ്മേ എന്ന് പറഞ്ഞു പോകുന്ന ആളാണ് ആര്? കൃഷ്ണൻ. അപ്പോ ഇങ്ങനെയുള്ള കൃഷ്ണനെ പിടിച്ചു നിർത്തുമ്പോൾ ഭഗവാൻ ചില കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്, അതുകൂടെ നമുക്ക് കേൾക്കണം. ഇതുവരെ നമ്മൾ കേട്ടത് എന്താ? ഗോപികമാര് പറയുന്ന പരാതിയായി അല്ലേ? യശോദേ, നിന്റെ മകൻ മര്യാദയ്ക്ക് വളർത്തണം, ഞങ്ങളുടെ വീട്ടിൽ കയറി വെണ്ണ എടുക്കുന്നുണ്ട്, നിന്റെ മകനെ ഇങ്ങനെ കയറൂലി വിടരുന്നൊക്കെ പറയുന്നത് ഗോപികമാരാണ്. ഇനി ഇതിന്റെ മറുഭാഗം കേൾക്കണ്ടേ? ഏതൊരു വിഷയത്തിന്റെ രണ്ടു ഭാഗവും കേൾക്കണമല്ലോ. അപ്പൊ ഭഗവാന്റെ ഭാഗം ഇനി നമുക്കൊന്ന് കേൾക്കാം. ഭഗവാൻ എന്താ പറയുന്നത്? ഭഗവാൻ അമ്മയോട് പറയും, അമ്മേ, കൃഷ്ണൻ കള്ളനല്ല. മനസ്സിലായില്ലേ? കൃഷ്ണൻ കള്ളനല്ല. അമ്മയുടെ മകൻ കക്കുവോ? അമ്മയൊന്ന് പൊക്കി. മനസ്സിലായില്ലേ? അമ്മയുടെ മകൻ കക്കുവോ? അപ്പൊ അമ്മയ്ക്കൊരു സന്തോഷമായി. ഇനി എന്നെ കള്ള എന്നൊക്കെ ഇവർ വിളിക്കുന്ന എന്തോ ദുരുദ്ദേശമാണ്. ഇവർക്ക് അമ്മയോട് ചിലപ്പോൾ എന്തെങ്കിലും ദേഷ്യം കാണും. അതുകൊണ്ടായിരിക്കും അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി അമ്മയുടെ മോനെ കള്ളനാക്കാൻ ഇവർ നോക്കുന്നത്. വിഷയം അവർ തിരിച്ചു വിടും, വളരെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ്. പിന്നെ അടുത്തത് പറയുന്നത് എന്താ? അടുത്തത് പറയുന്നത്, അമ്മേ, ഇവരുടെ മകനാണ് കള്ളൻ, വാദിയെ പ്രതിയാക്കും. ഇവരുടെ മകനാണ് കള്ളൻ, ഇവരുടെ മകനാണ് കള്ളനെന്ന് ഇവർക്കറിയാം. അത് മറച്ചു വെച്ചിട്ട് ഇവര് അമ്മയുടെ മോനെ കള്ളനാക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. അപ്പോ സ്വന്തം മകൻ കള്ളത്തരം കാട്ടിയിട്ട് അത് മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഇവരാണ് ഏറ്റവും വലിയ കള്ളി. മനസ്സിലായില്ലേ? പരാതി പറയാൻ വന്ന ഗോപികയാണ് കള്ളി. ഇങ്ങനെ ഭഗവാൻ തിരിച്ചു പറയും. ഇവിടെ ഗോപികമാര് പറയുന്നു ഭഗവാൻ കള്ളനാണ്, ഭഗവാൻ പറയുന്നു ഞാൻ കള്ളനല്ല. ഇത് ആരുടെ വാക്കാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ആരുടെ വാക്കാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഭഗവാന്റെ വാക്കാണോ ഗോപികമാരുടെ വാക്കാണോ? കഥ നമുക്ക് പിന്നെ നോക്കാം. ആരുടെ വാക്കാണ്? ഭഗവാന്റെ വാക്കാണ്. മനസ്സിലായില്ലേ? ബാക്കി സംഭവങ്ങൾ നമുക്ക് പിന്നീട് നോക്കാം, അന്വേഷിച്ച് നോക്കാം. ഭഗവാൻ ഇവിടെ എന്താ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ ഗോപികമാരെല്ലാവർക്കും ഭഗവാനോട് ഇഷ്ടമുള്ളവരാണ്. ഭഗവാനെ നേടാൻ വേണ്ടി മാത്രം ജനിച്ചവരാണ് ആര്? ഗോപികമാർ. മുമ്പേ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ഗോപികമാർക്ക് കൃഷ്ണൻ എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ചെന്നിട്ട് കൃഷ്ണ ഇന്ന് എൻ്റെ വീട്ടിലോട്ടൊന്ന് വരണേന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം നല്ല, പിന്നെ അടുത്ത ദിവസങ്ങളൊന്നും അങ്ങോട്ട് പോവില്ല. കാര്യം കുസൃതി കൂടുതലാണ്. ഇങ്ങോട്ട് വാന്ന് വിളിച്ചാൽ അങ്ങോട്ടേക്ക് തിരിഞ്ഞു കിടക്കും. കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേകതയില്ലേ? അവർക്ക് അങ്ങനെ ഒരു കുസൃതിയുണ്ട്. അതൊക്കെ നല്ലതാണ്. അത്യാവശ്യം കൊച്ചുനാളിൽ കുരുത്തക്കേടും കുസൃതികളൊക്കെ വേണം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നന്നായി വളരുന്നത്. നമ്മൾ ഒരിക്കലും കുഞ്ഞുങ്ങളെ കുസൃതികളൊക്കെ വളരെ ഈ അപകടം പിടിച്ച കുസൃതികളാണെങ്കിൽ മാത്രമേ നമ്മൾ അവരെ വഴക്ക് പറയാവൂ. മനസ്സിലാവുന്നുണ്ടോ? തെറ്റായ കുരുത്തക്കേടില്ലെങ്കിൽ അവർ കുസൃതിയും കുരുത്തക്കേടും ഒക്കെ കാണിക്കുമ്പോൾ നമ്മൾ കമ്പെടുത്ത് കണ്ണുരുട്ടി പേടിപ്പിച്ചിരുത്തരുത്. ഇരുത്തി കഴിഞ്ഞാൽ അവരുടെ വളർച്ച മുരടിച്ചു പോകും. മനസ്സിലായില്ലേ? ഓടിയും ചാടിയും കളിച്ചും അത്യാവശ്യം കുരുത്തക്കേടും കുസൃതിയൊക്കെ കാണിക്കണം. അതെല്ലാം കാണുന്ന ഇതൊക്കെ കാണിക്കുമ്പോൾ അവരുടെ ആ ജീവിതത്തിൽ അവർക്ക് ഒരു ഉന്മേഷം, ഒരു സന്തോഷം ഇതൊക്കെ ഉണ്ടാവും. നമ്മളെപ്പോഴും ഭയപ്പെടുത്തിയാൽ അവർക്ക് ഈ ഭയം ഒരു രോഗമായി മാറും. മനസ്സിലായി? ജീവിതത്തിൽ ഇതൊരു മനോരോഗമായി മാറും, മാനസിക രോഗം. ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്കുള്ളത് മനോരോഗമാണ്. എന്താ കാരണം? അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, എപ്പോഴും കുഞ്ഞുങ്ങളെ പേടിപ്പിച്ചാൽ മതിയെന്ന്. മനസ്സിലായില്ലേ? എന്ത് പറഞ്ഞാലും ഉടനെ കപ്പെടുത്തോണ്ട് ചാടിക്കൊണ്ടേയിരിക്കും. അവസാനം അച്ഛനെയും അമ്മയും മക്കളെ വെറുക്കും. രണ്ടോ, മാനസികമായിട്ട് ഇവര് മനോരോഗത്തിന് അടിമപ്പെടും. ഭയം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. അങ്ങനെ അവർ ഉല്ലസിച്ച് വളരണം. അപ്പൊ ഇവിടെ കൃഷ്ണനെ അങ്ങോട്ട് എന്ന് വിളിച്ചാൽ വരില്ല. ഈ ഗോപികമാരൊരു തന്ത്രം ചെയ്യും. എന്താ തന്ത്രം? കൃഷ്ണൻ ഞങ്ങളുടെ വീട്ടിൽ വരണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഈ ഗോപികമാര് എല്ലാ ദിവസവും രാവിലെ ഈ കൃഷ്ണൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നത് നോക്കും. നന്ദഗോപരുടെ വീട്ടിൽ നിന്ന് കൃഷ്ണൻ ഇങ്ങനെ ഇറങ്ങി വരുന്നത് ആര് നോക്കും? ഈ ഗോപികമാർ ഇങ്ങനെ ശ്രദ്ധിക്കും. എന്നിട്ട് ഈ ഗോപികമാർ പെരയ്ക്കകത്ത് നിന്നുകൊണ്ട് ഉറക്ക വിളിച്ചു പറയും, പിന്നെ ആ വെണ്ണയുണ്ടല്ലോ ഒത്തിരി കിട്ടിയിട്ടുണ്ട് ഇന്ന്, ഈ വെണ്ണ അത് മുകളിൽ വെക്കണം ഉറിയിൽ, കാരണം ഇല്ലെങ്കിൽ ഇതിലെ കള്ളന്മാരെടുത്തുകൊണ്ട് പോകും. ഇത് ഉറക്ക വിളിച്ചു പറയുന്നത് എന്തിനാ? രഹസ്യമാക്കി വെക്കാനാണെങ്കിൽ ഉറക്ക പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കുറച്ച് പൈസ കിട്ടിയാൽ വീട്ടിൽ നിന്നുകൊണ്ട് ഉറക്ക വിളിച്ചു പറയോ? ആ കിട്ടിയ പൈസ മുഴുവനെ തലേണയുടെ അടിയിൽ വെച്ചാൽ മതി.
അല്ലെങ്കിൽ മെത്തേഡ് വെച്ചാൽ ഇന്ന് ഉറക്കെ പറയുമോ? പറയില്ല. എന്താ കാരണം? അങ്ങനെ പറഞ്ഞാലല്ലേ മറ്റുള്ളവർ അറിയുന്നത്. മോഷ്ടിക്കേണ്ടവൻ അറിയുമ്പോഴല്ലേ അവൻ മോഷ്ടിക്കുന്നത്. പക്ഷെ ഇവിടെ ഗോപികമാർ ഉറക്കെ പറയും. എന്താ കാര്യം? കൃഷ്ണൻ കേൾക്കണം. ഇത് ഗോപികമാരുടെ ഒരു ആഗ്രഹമോ? ഇനി ചില ഗോപികമാർ എന്ത് ചെയ്യും? ഈ വെണ്ണ എടുത്ത് കയ്യിൽ ഇങ്ങനെ ഉരുട്ടി കൈ, നമുക്കറിയില്ല വെണ്ണ ഇങ്ങനെ പന്ത് പോലെ കൊണ്ടുവരാവുന്ന, ഉരുട്ടി കയ്യിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെളിയിലൊക്കെ ഇറങ്ങിയിട്ട് അപ്പുറത്തെ വീട്ടിലെ ഗോപികയെ വിളിച്ചിട്ട് പറയും, ദേ കണ്ടില്ലേ ശകുന്തള, എനിക്ക് ഒത്തിരി വെണ്ണ കിട്ടി. ഇത് ശകുന്തളയെ കാണിക്കാനല്ല. ആരെ കാണിക്കാനാ? വീട്ടിൽ നിന്ന് പുറത്തു വരുന്ന കൃഷ്ണനെ കാണിക്കാനാ. കാര്യം ഈ വെണ്ണ കാണിച്ച് കൃഷ്ണനെ ആകർഷിക്കാൻ പറ്റും. കൃഷ്ണനാകട്ടെ ഇത് ഞാൻ കണ്ടില്ല, ഞാനിത് കേട്ടിട്ടും ഇല്ലാത്ത കണക്ക് നടന്നു പോകും. ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞിട്ട് നേരെ കൂട്ടുകാരടുത്തേക്ക്. അപ്പൊ കൃഷ്ണൻ എല്ലാ ദിവസവും രാവിലെ വരുന്നത് കാത്ത് കൂട്ടുകാർ ഇങ്ങനെ രാവിലെ വന്നവിടെ ഇരിക്കും. കാരണം ഇവരുടെയൊക്കെ ലീഡർ ആരാ? കൃഷ്ണനാണ്. അപ്പൊ നേതാവ് വരുന്നത് കാത്ത് എല്ലാവരും വന്നിരിക്കും. നേതാവ് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും പറയുന്നത് കൃഷ്ണൻ വന്നു. എന്നിട്ട് ഈ കൃഷ്ണ ഇന്നത്തെ പരിപാടി എന്താ? നമ്മൾ ഈ നോട്ടീസൊക്കെ എടുത്ത് നോക്കത്തില്ലേ, ഇന്നത്തെ പരിപാടി എന്താ? അതിനക്ക് ഇന്നത്തെ പരിപാടികൾ എന്താ? അങ്ങോട്ട് നോക്കും. അപ്പൊ കൃഷ്ണൻ പറയും, ഇന്ന് നമുക്ക് കാർത്തികയുടെ വീട്ടിലോട്ട് പോവാം. മനസ്സിലായില്ലേ? അവർക്ക് കുറച്ച് നാളായിട്ട് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്. ഞാൻ വരുമ്പോഴൊക്കെ അവൾ വെണ്ണയുണ്ടെന്ന് വിളിച്ചു പറയും. അല്ലെങ്കിൽ അവൾ വെണ്ണ പൊക്കി പിടിച്ച് എന്നെ കാണിക്കും. അത്ര അഹങ്കാരത്തിൽ വിടുന്നത് ശരിയാണോ? എന്നിട്ടും അവൾ പറയും ഒളിച്ചു വെക്കണം. അല്ല കൃഷ്ണനെ കൂട്ടുകാരും ഒക്കെ വരുന്നുണ്ടെന്ന്. എന്നാൽ ഇന്ന് അവളെ വീട്ടിലോട്ട് പോകാം. എന്നിട്ട് ആദ്യം ചെയ്യുന്നത് എന്താ? ഈ കാർത്തികയുടെ, ഞാനൊരു പേര് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒരു ഗോപികയുടെ പേര് പറയും. അവരുടെ മോനുണ്ടോയെന്ന് നോക്കും. മനസ്സിലായില്ലേ? ഈ എല്ലാ വീട്ടിലെ കുട്ടികളും ആരുടെ കൂടെ ഉണ്ട്? ഭഗവാന്റെ കൂട്ടുകാരായിട്ടുണ്ട്. ആ കൂട്ടുകാരായിട്ട് വരുന്ന ആ വീട്ടിലെ കുഞ്ഞ് കൂടെയുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് അവനെ പിടിച്ചങ്ങ് ലീഡറാക്കും. മനസ്സിലായില്ലേ? ഇന്നത്തെ ലീഡർ നീയാണെന്ന് പറയും. എന്നിട്ട് പറയും ഇന്ന വീട്ടിലാണ് കയറേണ്ടത്. ആരുടെ വീട്ടിലാ? അവന്റെ വീട്ടിൽ തന്നെ. മനസ്സിലായില്ലേ? കാർത്തികയുടെ വീട്ടിൽ കയറണമെങ്കിൽ കാർത്തികയുടെ മോൻ, ശകുന്തളയുടെ വീട്ടിൽ കയറണമെങ്കിൽ ശകുന്തളയുടെ മോനെയാണ് ലീഡർ. അവനോട് പറയും നീ മുമ്പിൽ നടക്കണം, ഞങ്ങളുടെ കൂടെ നടക്കും. ഈ വീട് തുറപ്പിക്കുന്ന ആരെ കൊണ്ടാ? ആ വീട്ടിലെ കുഞ്ഞിനെ കൊണ്ടാ. മനസ്സിലായില്ലേ? അച്ഛനും അമ്മയ്ക്കും അവകാശമുള്ളതുപോലെ തന്നെ ആ വീട്ടിലെ കുഞ്ഞിന് വീട്ടിൽ അവകാശമില്ലേ? ഉണ്ടോ ഇല്ലയോ? ഇപ്പം അച്ഛനും അമ്മയും പറയാം സമ്പത്ത് മുഴുവൻ ഞങ്ങളെ പേരില്ല. നിങ്ങൾ നാളെ ഒരു കോടതിയിൽ പോയി വിവാഹമോചനത്തിൽ നോക്കെ, കോടതി ആദ്യം പറയുന്നത് എന്താ? മക്കൾക്കുള്ള അവകാശം എഴുതി വെക്കാൻ പറയും, ഇല്ലേ? അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവകാശമുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഉള്ളതുപോലെ ആ കുഞ്ഞുങ്ങൾക്ക് അവകാശമുണ്ട്. ആ അവകാശപ്പെട്ട ആ വീട്ടിലെ കുട്ടി തന്നെ ആ വീട് തുറന്നു കൊടുത്ത് അവൻ അവകാശപ്പെട്ട വസ്തുക്കൾ അവന്റെ കൂട്ടുകാരോടൊപ്പം പങ്കുവെക്കുന്നത് മോഷണമാണോ? ആണോ? മനസ്സിലായില്ലേ? അവൻ അവകാശപ്പെട്ടതാണ്, അവൻ അവന്റെ കൂട്ടുകാരോടൊപ്പം പങ്കുവെക്കുന്ന മോഷണമാണോ? നമ്മുടെ അച്ഛൻ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ഒരു വസ്തു, കുറെ ചോറ് കൂട്ടുകാരൊക്കെ വന്ന് അവർക്കൊക്കെ വിളമ്പി കൊടുത്തു കഴിച്ചു, മോഷണമാണോ? അമ്മ വീട്ടിലുള്ള അമ്മയുടെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ മറ്റുള്ളവർക്കും കൂടി കൂട്ടുകാർക്ക് കൊടുത്തു, മോഷണമാണോ? ഇത് രണ്ടും അച്ഛനും അമ്മയ്ക്കും ചെയ്യാമെങ്കിൽ ആർക്കും ചെയ്യാം, കുഞ്ഞിനും ചെയ്യാം. അപ്പൊ അങ്ങനെ നോക്കിയാൽ ലോകത്തിലെ ആദ്യത്തെ ബാലാവകാശ കമ്മീഷനാണ്. മനസ്സിലായില്ലേ? കുഞ്ഞുങ്ങളുടെ അവകാശം ഉറപ്പിച്ച ആളാണ് ഭഗവാൻ. ഇനി അങ്ങനെ വീട്ടിൽ കയറിക്കഴിഞ്ഞാൽ ഈ വെണ്ണ എടുക്കുന്ന ജോലി ഭഗവാന്റേതാണ്. മനസ്സിലായില്ലേ? വീട് തുറപ്പിക്കുന്നതും വെണ്ണയിരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുന്നത് വീട്ടിലെ കുഞ്ഞാണ്. ഇത് എടുക്കുന്നത് ഭഗവാൻ. എന്താ കാര്യം? ഈ എടുക്കുന്നവർക്ക് പലപ്പോഴും കഴിക്കാൻ കിട്ടുമോ? മനസ്സിലായില്ലേ? നമ്മളിപ്പോ ഈ വിളമ്പാൻ നിൽക്കുന്നവർക്ക് കണ്ടിട്ടില്ലേ? സദ്യക്കൊക്കെ വിളമ്പാൻ നിൽക്കുന്നവർക്ക് കഴിക്കാൻ കിട്ടുമോ? അവസാനം അവർക്കായിരിക്കും ചിലവ് ഒട്ടും കിട്ടാതെ വരുന്നത്. അതാണൊക്കെ വീടുകളിൽ അമ്മമാര് വിളമ്പാൻ നിൽക്കും, ഒന്നും കിട്ടിയില്ലെങ്കിൽ അവർക്ക് പരാതിയില്ല. മക്കൾക്കും ഭർത്താവിനും ഒക്കെ വിളമ്പിക്കൊടുത്ത് ഏറ്റവും അവസാനം അല്ലേ അല്പം ചെറിയ കറിയുടെ ഒരു അംശമൊക്കെ കഴിച്ചിട്ടാണ് അവർ ആഹാരം കഴിക്കുന്നത്. അവർക്ക് പക്ഷെ വയറ് നിറയും. എന്താ? മനസ്സ് നിറയും. അവർ പറയും മറ്റു കറികളൊന്നും ഇല്ലെങ്കിൽ വിളമ്പി കൊടുക്കുന്നതിലൂടെ അവർക്ക് സന്തോഷം. പണ്ടൊക്കെ ആയിരുന്നേ, ഇപ്പൊ അങ്ങനെയല്ല. അമ്മമാർ പാകം ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അവർ കഴിക്കും, അത് കഴിഞ്ഞേ ഉള്ളൂ അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ഇപ്പൊ കാലമൊക്കെ മാറി. പണ്ടത്തെ കണക്ക് അങ്ങനെയൊന്നും ഞങ്ങൾ ഇരിക്കത്തില്ല എന്നൊക്കെ പറയുന്ന കാലത്ത് അതൊക്കെ സ്വാഭാവികമാണ്, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ പറഞ്ഞത് ഇതുപോലെ ഭഗവാന്റെ ജോലി എന്താ? മറ്റുള്ളവർക്കെല്ലാം വെണ്ണ എടുത്തു കൊടുക്കല. കാരണം തൻ്റെ വീട്ടിൽ ആവശ്യം പോലെ വെണ്ണയുണ്ട്.
വെണ്ണയോടുള്ള കൊതിയൊന്നും ഭഗവാനില്ല. ഈ ഭഗവാൻ ഈ വെണ്ണ എടുത്ത് എല്ലാവർക്കും കൊടുക്കും. എല്ലാവരും താഴെ കൃഷ്ണ എനിക്ക് താന്ന് പറഞ്ഞ് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. കിട്ടുന്നത് കഴിക്കാൻ വീണ്ടും കൈ നീട്ടുക. മനസ്സിലായില്ലേ? കയ്യിൽ വെണ്ണ കിട്ടിയ അടയാളം വരെ തുണിയിൽ തുടയ്ക്കും. എന്നിട്ടാണ് വീണ്ടും നിൽക്കുന്നത്. ഇനി ഇവർക്ക് മാത്രം കൊടുത്താൽ പോരാ, ഭഗവാൻ ഇത് എടുക്കാൻ പോകുന്നത് കാണാൻ വേണ്ടി കുറെ കുരങ്ങന്മാരും കൂടെ വരും. രാമാവതാര കാലത്ത് ഭഗവാനെ സഹായിച്ച വാനരന്മാരാ അല്ലേ? അവർക്കും കൊടുക്കണം വെണ്ണ. ഈ കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും വെണ്ണ കൊടുത്താൽ പിന്നെ ഭഗവാൻ ഒരു ജോലിയുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ വെണ്ണ ഇരുന്ന കലം പൊട്ടിച്ചിട്ട് പുള്ളിക്കാരൻ പോകത്തുള്ളൂ. ഇത് പുള്ളിയുടെ ഒരു വീക്ക്നെസ്സാണ്. മനസ്സിലായില്ലേ? ഈ കലം അടിച്ച് പൊട്ടിക്കണം, ഇല്ലെങ്കിൽ ഒരു സന്തോഷമില്ല. ഈ കലം പൊട്ടുന്നത് കൊണ്ടാണ് ഈ ഗോപികമാർക്ക് ഏറ്റവും വലിയ ദേഷ്യം. വെണ്ണയോ പോട്ടെ, ഇരുന്ന കലം കൂടി എന്തിനാ പൊട്ടിക്കുന്നത്? പക്ഷെ ഭഗവാൻ കലം പൊട്ടിക്കാതെ പോവില്ല. എടുത്തിട്ടുണ്ടോ കലം പൊട്ടിയിരിക്കും. ഇനി കലം പൊട്ടാതെ വെണ്ണ പോയിട്ടുണ്ടെങ്കിൽ അത് ആരെടുത്തിട്ടില്ല? ഭഗവാൻ അവിടെ വന്നിട്ടില്ല. ഇതാണ് ഗോപികമാരുടെ ഒരു ഉറപ്പ്. ഇവിടെ ഭഗവാൻ പറയുന്നു ഇവരുടെ കുഞ്ഞാണ് കള്ളൻ. കാരണം എന്താ? അവനാണല്ലോ ഇത് കാണിച്ചു കൊടുത്തത്, അവനാണ് തുറന്നു കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്തത് മോശമാണെങ്കിൽ ഇവരെ കുഞ്ഞ് കള്ളനാണ്. ഇവരെ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് ഈ അമ്മയ്ക്ക് അറിയാം. അത് മറച്ചു വെച്ചിട്ടാണ് ഇവരെന്നെ കുറ്റക്കാരനാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരാണ് കള്ളി. ഇതാണ് ഭഗവാൻ പറയുന്ന പുറമേ ഉള്ളൊരർത്ഥം. ഇനി ഇതിനകമേ ഒരർത്ഥമുണ്ട്. അതാണ് നമ്മൾ ഭാഗവതത്തിലൂടെ അറിയേണ്ടത്. എന്താ അകമേ ഉള്ള അർത്ഥം? ഭഗവാൻ ഒരു അറിവ് പകർന്നു കൊടുക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ആരുടേതാണ്? നമ്മുടേതാണോ ഈശ്വരൻ്റെതാണോ? ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും നമ്മുടേതാണോ ഈശ്വരൻ്റെതാണോ? ഈശ്വരൻ്റെതാണ്. നമ്മൾ നമ്മുടേതാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന വസ്തുക്കൾ പോലും ആരുടേതാണ്? യഥാർത്ഥത്തിൽ ആരുടേതാണ്? നമ്മൾ പറയത്തില്ലേ, ഇതെന്റെ 10 സെന്റ്, എന്റെ 1 ഏക്കർ, എന്റെ കാറ്, എന്റെ വണ്ടി, എന്റെ വീട്, ഇല്ലേ, എന്റെ വസ്തുവിലെ മാവ്, ഇതൊക്കെ നമ്മൾ പറയും. ഇതൊക്കെ നമ്മുടേതാണോ പൂർണ്ണമായിട്ടും? ആണോ? ഇതെല്ലാം ഈശ്വരൻ്റെതാണ്. ഈ പ്രകൃതിയിലുള്ളതാ. നമ്മൾ ആരെങ്കിലും വന്നപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിരിച്ചിട്ടതല്ലാണോ? നമ്മളിപ്പോൾ താമസിക്കുന്ന 5 സെന്റ് നമ്മൾ വിരിച്ചിട്ടതാണോ? അല്ലെ 10 സെന്റ് നമ്മൾ കൊണ്ടുവന്നതാണോ? അല്ല. നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴും ഇവിടെ കാണും. നമ്മൾ താൽക്കാലികമായി അല്ലേ അതിൻ്റെ ഒരു കാവൽക്കാരനെ പോലെ, അതിൻ്റെ ഒരു നോട്ടക്കാരനായി നമ്മളത് നോക്കുന്നു മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഈശ്വരൻ്റെതാണ്. ഇവിടെ ഗോപികമാരെ അങ്ങനെ ആ ബോധം പഠിപ്പിക്കുക. ഗോപികമാരെ, ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എൻ്റേതാണ്. അപ്പൊ എല്ലാം എൻ്റേതാകുമ്പോൾ അത് നിങ്ങളുടേതാണ് എന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങൾ മറച്ചു വെക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ, മനസ്സിലായില്ലേ? ഈ ഗോപികമാർ പറയുന്നത് എന്താ? ഈ വെണ്ണ ഞങ്ങളുടേതാണ്. അത് അങ്ങനെ മറച്ചു വെക്കുന്ന നിങ്ങളാണ് കള്ളം കാണിക്കുന്നത്. മനസ്സിലായില്ലേ? യഥാർത്ഥ ഉടമസ്ഥന്റെ അല്ല എന്ന് വിചാരിച്ച്, ഞങ്ങളുടേതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തമാക്കി വെക്കുന്നവരല്ലേ യഥാർത്ഥ കള്ളന്മാര് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളല്ല ഈ കള്ളന്മാരില്ലേ? ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഈശ്വരൻ്റെതാണ് എന്ന ബോധത്തിലാണോ നമ്മൾ അഹങ്കരിക്കുന്നത്? ആണോ? ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, അവരെ 5 സെന്റിനകത്തും ആകാശം മൊത്തം മതിൽ കെട്ടി, ഒരു മനുഷ്യനും കയറരുത്, ഒരു മൃഗവും കയറരുത്, എൻ്റെ വീട് അല്ലേ, എൻ്റെ സ്ഥലത്തെങ്ങാനും കാലുകുത്തിയ തല്ലി ഒടിക്കും എന്നൊക്കെ പറയുന്നത്. അവസാനം നമ്മൾ കത്തിച്ചാമ്പലായി പോകുമ്പോൾ ഈ സ്ഥലം അവിടെ കിടക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ അഹങ്കാരം ഉപേക്ഷിക്കണം. പിന്നെയോ സർവ്വതിൻ്റെയും ഉടമസ്ഥൻ ഈശ്വരനാണെന്ന ബോധം ഉണ്ടാവണം. ഇതിനാണ് ഭഗവാൻ ഒരു കാര്യം ചെയ്യുന്നത്. രണ്ടാമതോ, ഈ ഗോപികമാരെ നമ്മൾ പറഞ്ഞില്ലേ, ഭൗതികമായോ ലൗകികമായോ അല്ല ഭഗവാൻ ഗോപികമാരോടുള്ള പ്രേമം, ആത്മീയമാണ്. ആത്മീയ പ്രേമത്തിന് ശരീരത്തിന് അർത്ഥമുണ്ടോ? ശരീര ബന്ധങ്ങൾക്ക് അർത്ഥമില്ല. അപ്പൊ ശരീരഭാവങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ഗോപികമാരെ നിങ്ങളെ ഞാൻ ഇതാ സ്വീകരിക്കുന്നു. ഗോപികമാരുടെ ഹൃദയമാണ് വെണ്ണ എന്നാ പറയുന്നത്. എന്താ നമ്മൾ പറയത്തില്ലേ, ചിലരുടെ മനസ്സ് നമ്മൾ പറയത്തില്ലേ, ഇവന്റെയൊക്കെ മനസ്സൊരു കരിങ്കല്ലാന്ന് പറയത്തില്ലേ, അല്ലെ ഇവന്റെയൊക്കെ ഹൃദയം ഒരു കരിങ്കല്ലാണെന്ന് പറയാറില്ലേ? അതിന്റെ അർത്ഥം എന്താ? പാറയാണെന്നാണോ? അല്ല. ഒരു വികാരവുമില്ലാത്ത, സ്നേഹമില്ലാത്ത ഹൃദയത്തെ ഉള്ളവരെയാണ് എന്ത് പറയുന്നത്? കരിങ്കല്ലെന്ന് പറയുന്നത് അല്ലേ? ഇവിടെ ഗോപികമാർക്കുള്ളത് മുഴുവൻ എന്താ? സ്നേഹമാണ്. അപ്പോ അത് വളരെ സോഫ്റ്റാണ്. അപ്പൊ വെണ്ണ പോലെ സോഫ്റ്റായ വേറൊരു വസ്തു ഉണ്ടോ?
വെണ്ണയുടെ പ്രത്യേകത എന്താ? കാണുമ്പോൾ കല്ല് പോലൊക്കെ വലുതായിട്ടിരിക്കും, പക്ഷെ ചെന്ന് പിടിച്ചാലോ വളരെ മൃദുവാണ് അല്ലേ? ഇതുപോലെയുള്ള ഹൃദയമാണ് ആർക്ക്? ഗോപികമാർക്ക്. മനസ്സിലായില്ലേ? സ്നേഹം കൊണ്ടാണ് നമ്മുടെയൊക്കെ ഹൃദയം എന്തായി മാറുന്നത്? വെണ്ണ പോലെ ആവുന്നത്. അപ്പം നമ്മളും ഗോപികമാരാണ്. ആണും പെണ്ണും വ്യത്യാസമൊന്നുമില്ല. അറിവ് തേടുന്ന ജീവനെല്ലാം ഗോപികമാരാണ്. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ ഹൃദയത്തെ എങ്ങനെയാക്കണം? സ്നേഹം കൊണ്ട്, ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ട്, സ്നേഹം കൊണ്ട്, ദയയും കാരുണ്യവും കൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ കരിങ്കല്ലാക്കണോ വെണ്ണ പോലാക്കണോ? വെണ്ണ പോലാക്കണം. അതാണ് ഭഗവാന് വെണ്ണ സമർപ്പിക്കുന്നത്. അല്ലാതെ കടയിൽ നിന്ന് മേടിക്കുന്ന വെണ്ണ കൊടുക്കുന്നത് പുറമേയുള്ള ചടങ്ങാണ്. ആ വെണ്ണ കൊടുക്കുന്ന സമയത്ത് അതുപോലെ നമ്മുടെ മനസ്സിനെ കൊടുക്കാൻ സാധിക്കണം. അതിനെയാണ് ഭഗവാൻ സ്വീകരിക്കുന്നത്. മനസ്സിലായില്ലേ? ഭഗവാൻ ഇരു കൈകളും കൊണ്ട് സ്വീകരിക്കുന്നത് ഭക്തന്റെ മനസ്സിനെയാണ്. നമ്മൾ വേറെ എന്തു കൊടുത്താലും അതല്ല ഭഗവാൻ സ്വീകരിക്കുന്നത്. ഭഗവാൻ ആഗ്രഹിക്കുന്നത് എന്താ? ഭക്തന്റെ മനസ്സിനെയാണ്. അതുകൊണ്ടാണ് ഈശ്വരാരാധനയ്ക്ക് ഏറ്റവും പ്രധാനം മനഃശുദ്ധിയാണ്. മനസ്സ് ശുദ്ധമാക്കി വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ. എന്താ കാരണം? അവിടെ ഭഗവാൻ സ്വീകരിക്കുന്ന നമ്മൾ കൊടുത്ത വലിയ 10 പവന്റെ സ്വർണ്ണമാല അതൊക്കെ വിഗ്രഹത്തിലിടാം. പക്ഷെ ഭഗവാൻ നേരിട്ട് സ്വീകരിക്കുന്നത് എന്തായിരുന്നു? നമ്മുടെ മനസ്സാണ്. ആ മനസ്സാണ് ഈ ഭഗവാൻ ഈ വെണ്ണയായിട്ട് സ്വീകരിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിന്റെ സൗന്ദര്യമൊന്നും ഞാൻ നോക്കുന്നില്ല, ഭഗവാൻ പറയുന്നതാണ്. മനസ്സിലായില്ലേ? നമ്മളൊക്കെ അമ്പലത്തിൽ പോകുന്ന കണ്ടെന്ന് വിചാരിക്കും ദൈവം നമ്മുടെ ഉടുത്തൊരുങ്ങി ചെല്ലുന്ന സൗന്ദര്യം കാണാതിരിക്കുന്ന കണക്കാം. ചിലർ എത്ര തവണ കണ്ണാടിയിൽ നോക്കി പേരാലവലിയും പൊട്ടിയും കണ്ണും വാലും മീശയൊക്കെ വരച്ച് അല്ലേ, ഡൈയൊക്കെ അടിച്ച് പട്ടുപാവായുടെ പ്ലേറ്റൊക്കെ പിടിച്ച് 1.5 മണിക്കൂർ ഒരുങ്ങിയിട്ട് അമ്പലത്തിൽ പോകുന്നത്. എന്താ? അവിടേക്ക് ദൈവം എന്നെ ഒന്ന് കണ്ടോട്ടെ. ദൈവം കാണാനല്ല, നാട്ടുകാർ കാണാനാണ്. അത് വേറെ സത്യം. ദൈവം അതല്ല കാണുന്നത്. ദൈവം നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയാണ്. ആ മനസ്സിനെ ശുദ്ധമാക്കി ഭഗവാനെ ആരാധിക്കാൻ സാധിക്കണം. നമ്മളൊന്ന് ആലോചിച്ച്, ഒരു വെണ്ണാഭരണത്തിന് എത്ര വലിയ അർത്ഥമുള്ളത്. അവിടെ ആ ശരീരത്തിന്റെ ഭംഗിയൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ശരീരത്തിന്റെ പ്രതീകമായിട്ടുള്ള ഈ വെണ്ണ ഇരിക്കുന്ന അല്ലേ, ഹൃദയം മനസ്സിരിക്കുന്ന ഈ ശരീരത്തെ പോലെ വെണ്ണ ഇരിക്കുന്ന കലത്തെ ഭഗവാൻ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അതുകൊണ്ട് ആ ശരീരത്തെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ശരീര സൗന്ദര്യത്തെ അല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്, മനസ്സിന്റെ സൗന്ദര്യത്തെയാണ്. അതുകൊണ്ടാണ് ആ കലം എന്ത് ചെയ്യുന്നത്? അടിച്ചു പൊട്ടിച്ച് കളയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ശരീര സൗന്ദര്യം കൊണ്ടല്ല ഒരാൾ നല്ല വ്യക്തിയാകുന്നത്, മനസ്സിന്റെ സൗന്ദര്യം കൊണ്ടാണ്. ഈ മനസ്സൗന്ദര്യമുള്ള ആളിനെയാണ് ഭഗവാൻ അറിവ് കൊണ്ട് ഉയർത്തുന്നത്, ഭഗവാൻ സ്വീകരിക്കുന്നത്. ഇത് ബോധ്യപ്പെടുത്തുന്നതാണ് ഇത് വെണ്ണാഭരണം. ഇനി നമ്മളൊന്ന് പറഞ്ഞേ, ഭഗവാൻ കള്ളനാണോ? ആണോ? വെണ്ണ കണ്ടിട്ടുണ്ടോ? വെണ്ണ എടുത്തിട്ടുണ്ട്, പക്ഷെ അത് കളവ് അല്ല. സമർപ്പിച്ച മനസ്സുകളെയാണ് ഭഗവാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഗോപികമാർക്ക് ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് താനാണ് എന്ന അറിവ് ആര് പകർന്നു കൊടുത്തു? ഭഗവാൻ പകർന്നു കൊടുത്തു. ഇത്